السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ബദറിൻ്റെ സൈന്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്. നിങ്ങൾ ആകാശ ഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുക. അപ്പം ഈ വാക്ക് കേട്ടപ്പോൾ ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ബഹിൻ ബഹിൻ. ഒരു സന്തോഷം തോന്നുമ്പോൾ പറയുന്നൊരു വാക്കാണത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞത്? അപ്പോൾ ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും ആ സ്വർഗത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ പെടുമെന്ന പ്രതീക്ഷയിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു കുറച്ച് കാരക്ക പുറത്തെടുത്ത് അത് കഴിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലഇൻ ഹയീതു ഹത്താ ആകുല തംറാതി ഹാദിഹി. ഈ കാരക്കകൾ തിന്നാൻ ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ, ഇത് തിന്ന് തീരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്നഹാ ലഹയാത്തുൻ തവീല, അതൊരു നീണ്ട കാലമായിരിക്കും, അത് വലിയ സുദീർഘമായ ഒരു അവധിയായിരിക്കും. അങ്ങനെ അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ബദറിൽ നന്നായിട്ട് അടരാടുന്നു. ബദറിലെ 14 ശുഹദാക്കളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിലൊരു ഷഹീദിൻ്റെ പേര് ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു എന്നാണ്. ഇവിടെ ഉമൈർ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നൊരു കാര്യം, സ്വർഗം എന്താണ് എന്ന് നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ദുനിയാവിൻ്റെ ജീവിതം നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, സ്വർഗം എന്ന ലക്ഷ്യം അവരുടെ മനസ്സിൽ എത്ര ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് കാരക്കകൾ തിന്നാനുള്ള സമയം പോലും ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ, അപ്പം അങ്ങനെ സ്വർഗത്തെ മുന്നിൽ കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സ്വഹാബിമാർ കണ്ട സ്വർഗവും നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗവും തമ്മിൽ നല്ല ദൂരമുണ്ട്, നല്ല അന്തരമുണ്ട്. ആ സ്വർഗം എത്ര ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഉണ്ടാവുക. അള്ളാഹു സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ വസന്തമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമ ബീവിയുടെ കൂടെ ബനൂ സഅദ്കാരുടെ അടുക്കലെത്തി. അവിടെ കുറച്ചു കാലം കഴിഞ്ഞു. നിശ്ചയിച്ച അവധി കഴിഞ്ഞതിന് ശേഷം നബിയും ഹലീമ ബീവിയും വീണ്ടും ആമിന ബീവിയുടെ അടുക്കൽ വരുന്നു. ആമിന ബീവിയോട് വാശി പിടിച്ച് നിർബന്ധം പറഞ്ഞ് ഹലീമ ബീവി വീണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബനൂ സഅദ്കാരുടെ അടുക്കലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. കാരണം ഹലീമ ബീവിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ബറക്കത്തുകളും അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുക്കാൻ ഹലീമ ബീവി ഒരുക്കായിരുന്നില്ല. അങ്ങനെ നിർബന്ധം പറഞ്ഞിട്ടാണ് ആമിന ബീവിയുടെ അടുക്കൽ നിന്ന് ഒരിക്കൽ കൂടി ബനൂ സഅദ്കാരുടെ അടുക്കലേക്ക് ഹലീമ ബീവി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്.
അവിടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ബനു സഅദുകാരുടെ അടുക്കൽ കഴിയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഷഖ്ഖു സ്വദർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്ന സംഭവം. എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 1 തവണ, 2 തവണ, 3 തവണ, 4 തവണ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തപ്പെട്ടിട്ടുണ്ട് എന്ന അഭിപ്രായമാണ്. ഒന്ന്, ബനു സഅദുകാരുടെ അരികിൽ കഴിയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിൽ ആദ്യമായി കൊണ്ട് ഹൃദയം പിളർത്തപ്പെട്ടു. അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായിട്ട് നിയോഗിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു നുബുവത്തിനുള്ള ഒരുക്കം എന്ന നിലക്ക്, വഹീൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് പിളർത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത്. മൂന്നാമത്തൊരു ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്രയുടെ തൊട്ടു മുമ്പാണ്. മിഅ്റാജിൻ്റെ രാത്രി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വരുന്നു, നബിയുടെ ഹൃദയം പിളർന്ന് ആ ഹൃദയം കഴുകി വൃത്തിയാക്കുന്നു. അതിനെ പറ്റിയിട്ടും വിശദമായിട്ട് നമുക്ക് പറയാം. എന്നാലും നമ്മൾ പറഞ്ഞു, 4 തവണ വരെ ഹൃദയം പിളർത്തപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. അവർക്ക് അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ വല്ലാഹു അലം, ഇപ്പോൾ ചരിത്രത്തിൽ സീറയിൽ അൽ-ലുഅ്ലുഉൽ മക്നൂൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥമാണ് നമ്മൾ കാര്യമായിട്ട് ഈ ദർസിൽ ഇപ്പോൾ കുറച്ചായിട്ട് അവലംബിക്കുന്നത്. മൂസ റാഷിദ് ആസിമി ഹഫിളഹുല്ലാഹ്, അദ്ദേഹമാണ് ആ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. വളരെ മനോഹരമായി ഡെപ്തായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പറയുന്ന ഒരു ഗ്രന്ഥമാണ് അൽ-ലുഅ്ലുഉൽ മക്നൂൻ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഖ്ഖു സ്വദർ നടന്ന വിഷയങ്ങളിൽ വന്ന ഹദീസുകൾ ഞാൻ പഠിച്ചു, അതിൻ്റെ പരമ്പരകൾ പഠന വിധേയമാക്കി പരിശോധിച്ചു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തപ്പെട്ടത് 2 തവണ എന്നതാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. 2 തവണ എന്ന അഭിപ്രായമാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്, പക്ഷേ ആ ഹദീസുകൾ സ്വീകാര്യയോഗ്യമല്ല, ദുർബലമായ ഹദീസുകളാണ്. അതുകൊണ്ട് വല്ലാഹു അലം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവലംബിച്ചുകൊണ്ട് നമ്മളും 2 തവണ എന്നുള്ള അഭിപ്രായം മുന്നിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ബനു സഅദുകാരുടെ അരികിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഖ്ഖു സ്വദർ നടന്ന സംഭവം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിശദമായിക്കൊണ്ട്. അതല്ലാതെ തന്നെ സ്വഹീഹ് മുസ്ലിമിലൊക്കെ വന്ന സംഭവമാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ബനു സഅദുകാരുടെ അരികിൽ കഴിയുന്ന കാലം എൻ്റെ കൂടെ എൻ്റെ സഹോദരനുണ്ട്. സഹോദരൻ എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ. ഞങ്ങൾ 2 പേരും ആടിനെ മേയ്ക്കാൻ വേണ്ടി ഞങ്ങളുടെ വീടിൻ്റെ പുറകു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. കയ്യിൽ ഭക്ഷണമൊന്നും കരുതിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഹോദരനെ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി വീട്ടിലേക്ക് അയച്ചു. ആ സമയത്ത് 2 മലക്കുകൾ വന്നു എന്നാണ് മുസ്നദ് അഹ്മദിലൊക്കെ ഉള്ള ഹദീസിൽ നമ്മൾ കാണുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആദ്യ 5 സ്വഹാബിമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊരാളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഖാദിമുർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാൻ, നബിക്ക് വേണ്ടി 10 കൊല്ലം ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബനു സഅദുകാരുടെ കുട്ടികളുടെ കൂടെ നബി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലർത്തി കടത്തി, നബിയുടെ വയറ് കീറി ഹൃദയം പുറത്തെടുത്തു. ആ ഹൃദയത്തിൽ നിന്നൊരു ചെറിയ ഇറച്ചി കഷ്ണം അത് വലിച്ചെറിഞ്ഞു. മുസ്നദ് അഹ്മദിലൊക്കെ കാണാം, അത് കറുത്ത നിറത്തിലുള്ള ഒരു ഭാഗമായിരുന്നു ഞാൻ. അത് വലിച്ചെറിയുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഹാദാ ഹദ്ദു ശൈത്താനി മിൻക്, ഇത് നിങ്ങളിലുള്ള ശൈത്താനിൻ്റെ അംശമാണ്.
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്ന ആ ഷെയ്ത്താനിൻ്റെ അംശം അള്ളാഹു ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാണ്, എടുത്ത് ഒഴിവാക്കുകയാണ്. അതിനൊരു സ്വർണ്ണ തളിക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുണ്ട്, സംസം വെള്ളമുണ്ട്. ആ സ്വർണ്ണ തളികയിൽ നബിയുടെ ഹൃദയം വെച്ച് സംസം വെള്ളം കൊണ്ട് ആ ഹൃദയം കഴുകി ആ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തിരിച്ചു വെച്ചു. അങ്ങനെ വീണ്ടും കീറിയ ഭാഗങ്ങൾ തുന്നിക്കെട്ടി. ഇതാണ് ആദ്യത്തെ ശക്കു സദർ നടക്കുന്നത്. അപ്പം ഈ കാഴ്ച കുട്ടികൾ കാണുകയാണ്. അവർ ഓടി ഹലീമ ബീയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില, ഉമ്മ മുഹമ്മദ് ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാരണം ചെറിയ കുട്ടികളാണ്, അവർ കാണുന്ന കാഴ്ച ഇതാണ്. അങ്ങനെ പേടിച്ച് ബേജാറായി ഹലീമ ബീയൊക്കെ ഓടി വരുന്ന സമയത്ത് കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ നിറക്കെ മാറി പേടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ശഖ്ഖു സദർ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖദ് കുൻതു അറാ അസറ ദാലികൽ മഖിയത ഫീ സദ്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ, നബിയുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ നടത്തിയ ആ സർജറിയുടെ അടയാളം ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന 162-ാമത്തെയും 261-ാമത്തെയും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ശഖ്ഖു സദറിന്റെ ലക്ഷ്യം എന്താണ്? ഷെയ്ത്താനിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. അതാണ് ഹാദ അള്ളു ഷെയ്ത്താനി മിൻക് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഈ ഒന്നാമത്തെ ശഖ്ഖു സദർ നടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയാണ്? ഇതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സീറയിൽ പറയുന്നത് 2 വയസ്സ് എന്നുള്ളതാണ്. 2ാമത്തെ വയസ്സിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തൊബഖാത്തിൽ പറയുന്നത് 4 വയസ്സ് എന്നുള്ളതാണ്. വല്ലാഹു അലം ആ അഭിപ്രായമാണ് കുറച്ചും കൂടി പ്രബലമായ അഭിപ്രായമായിട്ട് മനസ്സിലാകുന്നത്. അൽ ഹാഫിദ് അൽ ഇറാഖി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുമുല്ലാഹ് ഇവരൊക്കെ ഈ അഭിപ്രായത്തെ ഉറപ്പിച്ച് പറഞ്ഞവരാണ്. 4ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർന്ന ഒന്നാമത്തെ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ 2 വയസ്സ് എന്നുള്ളതിനേക്കാളും ശരിയായ അഭിപ്രായം 4 വയസ്സ് എന്നതാണ്. വല്ലാഹു അലം. അപ്പോൾ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ നമ്മളത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണോ ഒരാളുടെ ശരീരം കീറി മുറിച്ച് ഹൃദയം പുറത്തെടുത്ത് അത് കഴുകി വൃത്തിയാക്കി വീണ്ടും അതുപോലെ തന്നെ പഴയ സ്ഥലത്ത് തന്നെ വെക്കുക, അതുതന്നെയാണ് നടന്നിട്ടുള്ളത്. അതല്ലാതെ അത് അങ്ങനെ ഒന്നല്ല, അത് വേറെ രീതിയാണ്, നബിയെ ശുദ്ധീകരിച്ചു എന്നുള്ളതാണ്, നബിൻ്റെ സംസ്കരിച്ചു എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് ഒപ്പിക്കേണ്ട കാര്യം ഇല്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അത് അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ വേറെ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അസംഭവ്യമായ ഒന്നും നടന്നിട്ടില്ല. അള്ളാഹുവിനെ കൊണ്ട് കഴിയാത്തതൊന്നും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനത്തെ ഒരു സംഗതി നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം, അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം. ഇനി 2ാമത്തെ ശഖ്ഖു സദർ ഇമാം ബുഖാരി റഹിമഹുല്ലാഹയും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരിയുടെ 349-ാമത്തെ ഹദീസ്, സഹീഹ് മുസ്ലിമിലെ 163-ാമത്തെ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിഅ്റാജിൻ്റെ രാത്രി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വന്നു. നബിൻ്റെ മേൽക്കൂര പിളർത്തിയിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് വീട്ടിൽ പ്രവേശിക്കുന്നത്. മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഫഫറജ സദ്രി, എൻ്റെ ഹൃദയം പിളർന്നു. സുമ്മ ഗസലഹു മിമ്മാഇ സംസം, പിന്നീട് സംസം വെള്ളം കൊണ്ട് അത് കഴുകി വൃത്തിയാക്കി. ഹിക്മത്തും ഈമാനും നിറച്ച ഒരു സ്വർണ്ണ പാത്രം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുണ്ടായിരുന്നു. ആ പാത്രത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു. ഇതാണ് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒക്കെ ഉള്ള റിപ്പോർട്ട്. അപ്പം ഇതാണ് 2ാമത്തെ തവണ ഹൃദയം പിളർന്ന സംഭവം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തുന്നതിന് മുമ്പുള്ളൊരു ഒരുക്കാണ്. മിഅ്റാജിൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു ഒരുക്കം എന്ന നിലക്കാണ് ഈ 2ാമത്തെ ശഖ്ഖു സദർ നടക്കുന്നത്. ശഖ്ഖു സദർ ക്ലിയർ ആണോ? 4 സംഭവങ്ങൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹലീമ ബിൻ്റെ അടുക്കൽ കഴിയുന്ന സമയത്ത് 4ാമത്തെ വയസ്സിൽ, 2ാമത്തേത് 10ാമത്തെ വയസ്സിൽ എന്നുള്ളതാണ് ഒരു അഭിപ്രായം.
മൂന്നാമത്തേത് നബിയായിട്ട് നിയോഗിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പായിട്ട്, നാലാമത്തേത് ഇസ്രാ മിഅറാജ് യാത്രയുടെ തൊട്ടു മുമ്പായിട്ട്. ഇതിൽ സനദും ഹദീസുമൊക്കെ പഠനവിധേയമാക്കിയതിന് ശേഷം നമ്മൾ അവലംബിക്കുന്ന കിതാബായ ലുഅ്ലുഉൽ മക്നൂന്റെ രചയിതാവ് മൂസ റാഷിദ് ആസിമി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത് 2 തവണ ഷഖ്ഖു സദ്ർ നടന്നു എന്നതാണ് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ഹദീസിൽ വന്നിട്ടുണ്ട്, പക്ഷേ ആ ഹദീസുകൾ സ്വീകാര്യയോഗ്യം അല്ല എന്നതാണ് വിഷയം. അല്ലാഹു അലം. ഇനി ഇവിടെ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഷഖ്ഖു സദ്ർ എന്നുള്ള ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക, പഠന വിധേയമാക്കുക, അതിൽ നിന്ന് കിട്ടേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഖാതമുൻ നുബുവ. ഖാതമുൻ നുബുവ എന്താ? ഖാതമുൻ നുബുവ എന്ന് പറഞ്ഞാൽ നുബുവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകത്വം അല്ലേ? നുബുവത്തിൻ്റെ ഖാത്തം, മുദ്ര, സീലിനൊക്കെയാണ് ഖാത്തം എന്ന് പറയാം. അപ്പോൾ നുബുവത്തിൻ്റെ മുദ്ര, പ്രവാചകത്വത്തിൻ്റെ മുദ്ര, അതാണ് ഖാത്തമുൻ നുബുവ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നബിയുടെ ഇടത് തോളിൻ്റെ പിറകിലായിട്ട് ഒരു എക്സ്ട്രാ മാംസകഷ്ണമുണ്ട്. ഒരു ചെറിയ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത് തോളിൻ്റെ പിറക് വശത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ മാംസകഷ്ണത്തിൽ രോമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു മാംസകഷ്ണമാണത്. അത് പക്കാ സർക്കിളല്ല, ഒരു പ്രാവിൻ്റെ മുട്ട, അങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ള പ്രയോഗം. പ്രാവിൻ്റെ മുട്ടയുടെ ഷേപ്പിൽ, ആ വലുപ്പത്തിലാണ് ആ മാംസകഷ്ണമുള്ളത്. അതിങ്ങനെ തൊട്ടാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉയർന്നു നിൽക്കുന്ന ഒരു മാംസകഷ്ണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുരു ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തൊട്ടാൽ അത് അനുഭവിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറം തടവിയാൽ ആ എക്സ്ട്രാ മാംസകഷ്ണം നമുക്ക് ശരിക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത് നുബുവത്തിൻ്റെ മുദ്രയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ് എന്നതിനുള്ള തെളിവാണത്. മുൻകാല വേദങ്ങളിൽ ആ അടയാളം പറയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനത്തെ ഒരു മുദ്രയുണ്ടാകുമെന്നത് മുൻകാല ഗ്രന്ഥങ്ങളിലുണ്ട്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരണക്കായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ വിശദീകരിക്കാൻ നമുക്കത് കൂടുതൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന സമയത്ത് ഈ അടയാളം ഉണ്ടായിരുന്നില്ല. നബി ജനിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മാംസകഷ്ണം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ഷഖ്ഖു സദ്ർ നടന്നതിന് ശേഷമാണ് ഈ ഒരു നുബുവത്തിൻ്റെ അടയാളം, ഖാതമുൻ നുബുവ എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഉദ്ധരിക്കുന്ന ഹദീസ്, റവ ശൈഖാനി ഫി സ്വഹീഹൈഹിമാ. ആരാണ് ഷെയ്ഖാൻ? ബുഖാരി മുസ്ലിം. ഹദീസിൻ്റെ വിഷയത്തിൽ ഷെയ്ഖാൻ എന്ന് പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമുമാണ്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഖ്, ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ 2 ഷെയ്ഖുമാരും. 2 ഷെയ്ഖുമാർ ഹദീസിൻ്റെ വിഷയത്തിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുള്ള. അപ്പോൾ അവർ 2 പേരും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹീഹുൽ ബുഖാരിയിലെ 3541 ഹദീസാണ്. 3541 ഹദീസ്. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി. അദ്ദേഹം പറയാണ്, എൻ്റെ മാതൃ സഹോദരി എന്നെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. അന്ന് സായിബ് റളിയല്ലാഹു അൻഹു രോഗിയാണ്. അപ്പോൾ ഈ മാതൃ സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്ന ഇബ്ന ഉഖ്തി വജഉൻ, എൻ്റെ സഹോദരിയുടെ പുത്രന് രോഗമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫമസഹ റഅസി, എൻ്റെ തലയിൽ തലോടി, വദഅലി ബിൽ ബറക, എനിക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സുമ്മ തവദ്ദഅ, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്തു. ഫശരിബ്തു മിൻ വുളൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്ത ആ വെള്ളം ഞാൻ കുടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്താണ്, നബിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആ സമയത്ത് സായിബ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകു ഭാഗത്ത് ഖാതമുൻ നുബുവ കണ്ടു എന്നാണ്, ഈ അടയാളം കണ്ടു എന്നാണ് സഹീഹുൽ ബുഖാരിയിലെ 3541 ഹദീസാണ്.
ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റഅയ്തു ഖാതമൻ ഫീ ളഹ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നഹു ബൈലതു ഹമാമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറകിൽ ഞാൻ നുബുവത്തിന്റെ അടയാളം ഖാതമുൻ നുബുവ കണ്ടു. കഅന്നഹു ബൈലതു ഹമാമിൻ. ഹമാം എന്ന് പറഞ്ഞാൽ പ്രാവ് അല്ല, ഒരു പ്രാവിൻ്റെ മുട്ട പോലെയാണ് അതുണ്ടായിരുന്നത്. ആ ഒരു ആകൃതിയിൽ, ആ ഒരു വലുപ്പത്തിലാണ് ആ അടയാളം ഉണ്ടായിരുന്നത് എന്നാണ്. ഇനി ഇവിടെ ഖാതമുൻ നുബുവയുടെ കാര്യത്തിൽ ചില ദഈഫായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, സ്ഥിരപ്പെടാത്ത ചില സംഗതികളുണ്ട്. ആ ഖാതമുൻ നുബുവയിൽ മുഹമ്മദ് റസൂലുള്ളാഹ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്നാൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നുണ്ട് അത് സ്ഥിരപ്പെട്ടൊരു സംഗതിയല്ല. അങ്ങനെ ഖാതമുൻ നുബുവയിലൊന്നും എഴുതിയതായിട്ട് എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ എഴുതിയതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്, പക്ഷേ ആ ഹദീസ് സ്വഹീഹ് അല്ല, അതിൻ്റെ സനദിനൊക്കെ പ്രശ്നമുണ്ട് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അല്ലാഹു അലം. അപ്പോൾ ഏതായാലും ഒന്നാമത്തെ ശക്കു സദർ കഴിഞ്ഞതിന് ശേഷം ഹലീമ ബീവി ആകെ ബേജാറായി. കാരണം സ്വന്തം മകനല്ലല്ലോ, വേറൊരാളുടെ കുട്ടിയാണ്, സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത് പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി മക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാണ്. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ മറുപടി പറയണം. അപ്പോൾ ഇതോടുകൂടി ഹാരിസിൻ്റെ ധൈര്യം ചോർന്നു, ഹലീമാബിൻ്റെ ധൈര്യം ചോർന്നു. ഹാരിസ് ആരാണ്? ഹലീമാബിൻ്റെ ഭർത്താവ്, മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. ഹാരിസ് അദ്ദേഹം ഹലീമാബിയോട് പറയുന്നുണ്ട്, ഈ കുട്ടിയെ എന്ത് ചെയ്യണം, പെട്ടെന്ന് നമ്മൾ കൈമാറണം. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ആ കുട്ടിയെ ഉമ്മയുടെ അരികിലേക്ക് തന്നെ എത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി ധൃതിയിൽ ഹലീമ ബീവിയും കൂട്ടരും മക്കയിലേക്ക് തന്നെ പോരുകയാണ്. ആമിന ബീവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അങ്ങനെ ആമിന ബീവിയെ കുട്ടിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആമിന ബീവിക്ക് ഭയങ്കര കൗതുകം. ഇവർ അത്രക്കും വാശി പിടിച്ച് നിർബന്ധം പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് ഇത്ര പെട്ടെന്ന് ആമിന ബീവി വിചാരിക്കുന്നതിലും നേരത്തെ എന്ത് ചെയ്യാണ്, ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ അതിന് പല കാരണങ്ങളുമാണ് ഹലീമ ബീവി പറഞ്ഞത്. അപ്പോൾ ആമിന ബീവിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല കാരണം നിങ്ങൾ പറഞ്ഞത് സത്യമല്ല, സത്യം എന്താണോ അത് നിങ്ങൾ തുറന്നു പറയണം. അങ്ങനെ അവസാനം ഹലീമ ബീവിക്ക് പറയേണ്ടി വന്നു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആമിന ബീവി ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ ശൈത്താൻ ഉപദ്രവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ശൈത്താൻ്റെ ഉപദ്രവമാണ് നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ഒരിക്കലും എൻ്റെ ഈ കുട്ടിയെ ശൈത്താൻ ഉപദ്രവിക്കുകയില്ല. തീർച്ചയായും വ ഇന്ന ലിബ്നി ലശഅന, എൻ്റെ കുട്ടിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ശൈത്താൻ്റെ ഉപദ്രവമല്ല എന്ന് ആമിന ബീവി അവിടെ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ഉമ്മ ആമിന ബീവിയുടെ കൂടെയാണ് കഴിയുന്നത്. എത്ര വയസ്സായിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? 4-ാമത്തെ വയസ്സിലാണ് ശക്കു സദർ നടക്കുന്നത്. ഏകദേശം 5 അടുത്ത സമയമാണ്. പിന്നെ അതിനുശേഷം 6-ാമത്തെ വയസ്സ് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമിന ബീവിയുടെ കൂടെയാണ്. അങ്ങനെ നബിക്ക് 6 വയസ്സൊക്കെ തികഞ്ഞതിന് ശേഷം ആമിന ബീവി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരുണ്ട്. ആ കുടുംബം എങ്ങനെയാണ് മദീനയിൽ ഉണ്ടായതെന്നുള്ള വിവരമൊക്കെ ഹാഷിം അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്വാലുകളെ കാണാൻ, ഉമ്മയുടെ സഹോദരിമാരെ കാണാൻ ആമിന ബീവി എന്ത് ചെയ്യുന്നു, മദീനയിലേക്ക് പോകുന്നു. അവിടെ കുടുംബക്കാരുണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആമിന ബീവിൻ്റെ കൂടെ അബ്ദുൽ മുത്തലിബ് ഉണ്ട്, അതുപോലെ തന്നെ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയും ഉണ്ട് എന്നാണ്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയും അബ്ദുൽ മുത്തലിബും കൂടെ ഉണ്ടായിരുന്നു കുനൂസുസ് സീറ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് അല്ലേ. നബി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അങ്ങനെ അവർ മദീനയിലെത്തി കുടുംബ സന്ദർശനമൊക്കെ കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു പോരുകയാണ്. മക്കയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അബവ എന്ന സ്ഥലത്തെത്തി. അബുവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെച്ച് ആമിന ബീവി മരണപ്പെടുകയാണ്. ആമിന ബീവി വഫാത്താകുകയാണ്. അന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 6 വയസ്സാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ പറയുന്നുണ്ട്, മക്കക്കും മദീനക്കും ഇടയിലുള്ള സ്ഥലമാണ് അബവ. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരിക്കുന്നത്.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സാണ്, 7 വയസ്സ് പൂർത്തിയായിട്ടില്ല. ഈ കാര്യങ്ങളിലൊന്നും എന്തില്ല, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ കൂടി മരിക്കുകയാണ്. ജനിക്കുന്നതിന് മുമ്പേ യത്തീമാണ് നബി അല്ലെ, ജനിച്ച് വീണത് തന്നെ യത്തീമായിക്കൊണ്ടാണ്, ഉപ്പ ഇല്ലാതെയാണ്. ഉപ്പ ആദ്യം മരിച്ചു, പിന്നെ 6ാമത്തെ വയസ്സിൽ ഉമ്മയും മരിച്ചു. അപ്പോൾ 6 വയസ്സായതോടുകൂടി ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട യത്തീമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറുകയാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുന്നുണ്ട് അല്ലെ. അത് ഫത്ഹ് മക്കയുടെ സമയത്താണ്. ഫത്ഹ് മക്ക നടന്നത് എന്നാണ്? ഹിജറ 8ലാണ്. ഹിജറ 8ലാണ് ഫത്ഹ് മക്ക നടക്കുന്നത്. അങ്ങനെ ഫത്ഹ് മക്കയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത് അബവാ എന്ന സ്ഥലം വഴിയാണ്. ആ സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഖബറുള്ളത്. നബിയുടെ കൂടെ സ്വഹാബിമാരുണ്ട് അല്ലെ, മക്ക വിജയത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടു പോരുകയാണ്. ഇപ്പം നബിൻ്റെ കൂടെ അനുചരന്മാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഖബറിനരികിൽ നിന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിതുമ്പി കരഞ്ഞു. നബിൻ്റെ കരച്ചിൽ കണ്ടിട്ട് കൂടെയുള്ള സ്വഹാബിമാരും കരഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ ഞാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. ഫലം യഅ്ദൻ ലി, അള്ളാഹു എനിക്ക് അനുവാദം തന്നില്ല. വസ്തഅദൻതുഹു അൻ അസൂറ ഖബ്റഹ, എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചോട്ടെ എന്ന് ഞാൻ അനുവാദം ചോദിച്ചു. ഫഅദിന ലി, അതിന് അള്ളാഹു എനിക്ക് അനുവാദം തരികയും ചെയ്തു. ഞാൻ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലേ, തൗഹീദിൻ്റെ ഒരു മഹത്വം, തൗഹീദ് ഇല്ല എങ്കിൽ അതിൻ്റെ അപകടം. അപ്പോൾ ഇത് വളരെ വൈകാരികമായൊരു സംഭവമാണ്. അത് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ ഖബറിനരികിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ ഓർക്കുക. 6ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്. ആ 6 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നീട് എത്ര കാലം നബി ജീവിച്ചു? നബിയായി. നബി ആയതിനു ശേഷം മക്കയിൽ 13 കൊല്ലമുണ്ട് അല്ലെ. മക്കയിൽ 13 കൊല്ലം. ആ 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് നബിൻ്റെ ഹിജറ. ആ ഹിജറക്ക് മുമ്പ് എന്തൊക്കെ സംഭവങ്ങൾ നടന്നു? ഇസ്രാവും മിഅ്റാജ് നടക്കുന്നുണ്ട്. ഇങ്ങനെ നബിൻ്റെ ജീവിതത്തിൽ സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മ എന്ന ഓർമ്മ മറന്നിട്ടില്ല. ഉമ്മയെ പറ്റിയിട്ടുള്ള ഓർമ്മകൾക്ക് മങ്ങലേറ്റിട്ടില്ല. അതാണ് ഒരാളുടെ ഉമ്മയുമായിട്ട് അയാൾക്കുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്തിഗ്ഫാർ തേടാൻ അള്ളാഹു അനുവാദം കൊടുത്തില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സ്വഹീഹ് മുസ്ലിമിലെ 976 ഹദീസാണ്, 976. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കൂട്ടിക്കൊണ്ടുവരികയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെത്തിക്കുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് വല്യുപ്പ അബ്ദുൽ മുത്തലിബാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുൽ മുത്തലിബിന് അങ്ങേയറ്റത്തെ സ്നേഹവും ആർദ്രതയും കാരുണ്യമൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തം മക്കളോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹം അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രകടിപ്പിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ നബിനെ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് രണ്ടാളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അബ്ദുൽ മുത്തലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വ്യക്തമാക്കുന്ന ഒരു സംഭവം ഇമാം ഹാക്കിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിന്ദീർ ബിൻ സഈദ് അൻ അബീഹ് ഖാല ഹജജ്തു ഫിൽ ജാഹിലിയ്യ, ഞാൻ ജാഹിലിയ്യത്തിൽ ഹജ്ജ് ചെയ്തു. ആ സമയത്ത് ഒരാൾ കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തവാഫ് ചെയ്യുന്ന സമയത്ത് അയാൾ പാടിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ മുഹമ്മദിനെ നീ എനിക്ക് തിരിച്ചു തരയണമേ എന്ന് ഇങ്ങനെ പാടിയിട്ടാണ് ഒരാൾ ഇങ്ങനെ നടക്കുന്നത്. അയാൾ ആകെ ബേജാറായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇയാൾ അപരിചിതനാണ്, മക്കക്കാരനല്ല, മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ ഇയാൾ അവിടെ കൂടിയിരിക്കുന്ന ആളോട് ചോദിച്ചു, മൻ ഹാദ, ഇതാരാണ്? അപ്പോൾ അവർ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം, ഇത് ഹാഷിമിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയെ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനെ ഒരു ഒട്ടകത്തെ അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞയച്ചതാണ്. ആ
ആ ഒട്ടകത്തെ തേടിപ്പോയ മുഹമ്മദ് തിരിച്ചു വന്നിട്ടില്ല. അതിൻ്റെ ബേജാറിലാണ് അബ്ദുൽ മുത്തലിബ് ഉള്ളതാണ്. സാധാരണ നബിനെ ഏൽപ്പിക്കുന്ന ജോലികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ചെയ്ത് പൂർത്തിയാക്കി തിരിച്ചു വരാറുണ്ട്. എന്നാൽ ഒരു ഒട്ടകത്തെ തേടി അന്വേഷിച്ച് പറഞ്ഞയച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ വൈകിയിരിക്കുന്നു, പ്രതീക്ഷിച്ച സമയമായിട്ട് നബി തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ആകെ ബേജാറായി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെയും കൂട്ടി വരുമ്പോൾ ഓടിച്ചെല്ലുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ ഒരു പണിയും ഏൽപ്പിക്കൂല, ഇനി നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ട് പോകാനും പാടില്ല എന്ന് അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അബ്ദുൽ മുത്തലിബിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നറിയിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഈ അബ്ദുൽ മുത്തലിബിനൊരു പതിവുണ്ട്, അറബികൾക്കൊക്കെ ഉള്ളൊരു പതിവാണ്, മക്കക്കാർക്കൊക്കെ ഉള്ളൊരു പതിവാണത്. അവർ കഅബയുടെ തണലിൽ ഇങ്ങനെ ചെന്നിരിക്കും, സൊറ പറഞ്ഞിരിക്കും, സംസാരിച്ചിരിക്കും, അങ്ങനെ ഇരിക്കുന്നൊരു പദവി അവർക്കുണ്ട്. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് ഒരു വിരിപ്പുണ്ട്, ആ വിരിപ്പ് വിരിച്ചു കൊടുക്കും, അദ്ദേഹം അവിടെ വന്നിരിക്കും. ആ വിരിപ്പിൻ്റെ പുറത്താണ് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ ഇരിക്കുക. അബ്ദുൽ മുത്തലിബിനോടുള്ള ആദരവ് കാരണം, ബഹുമാനം കാരണം ആരും ആ വിരിപ്പിൽ ഇരിക്കാറില്ല. വാപ്പാൻ്റെ വിരിപ്പിൽ മക്കൾ ഇരിക്കാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആ വിരിപ്പിൽ ഇരിക്കും. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മകനെ വിട്ടേക്കുക, അവൻ ആ വിരിപ്പിൽ ഇരിക്കട്ടെ. ഇന്നലഹു ലശഅന, തീർച്ചയായും അവൻക്ക് എൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്നാണ്. അപ്പോൾ സ്വന്തം മക്കൾ പോലും ഇരിക്കാത്ത വിരിപ്പിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദുൽ മുത്തലിബ് ഇരുത്തിയിരുന്നു എന്നാണ്. ഇത് ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ദലായിലുൻ നുബുവയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് സംരക്ഷിക്കുകയാണ്. ശരിക്കും ഇത് അള്ളാഹുവിൻ്റെ ഒരു വാക്കുകൂടിയാണല്ലോ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ. അല്ലേ, നിന്നെ ഞാൻ യതീമായിട്ട് കണ്ടു, ആ യതീമായി കണ്ട സമയത്ത് ഞാൻ നിനക്ക് അഭയം നൽകുകയും ചെയ്തു എന്നാണ്. ആ അഭയം കൊടുത്തത് എങ്ങനെയാണ്? അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ ആദ്യം മരിച്ചിട്ടുണ്ട്, പിന്നെ ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചതിന് ശേഷം അബ്ദുൽ മുത്തലിബിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അഭയം കൊടുത്തു. അബ്ദുൽ മുത്തലിബിന് ശേഷം അബൂ താലിബിലൂടെ കാലങ്ങളോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അഭയം കൊടുത്തു. പിന്നെ മുഅ്മിനീങ്ങളുടെ കൈകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സംരക്ഷണം കൊടുത്തു. അതാണ് അലം യജിദ്ക യതീമൻ ഫആവാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സ് പ്രായമായ സമയത്ത് അബ്ദുൽ മുത്തലിബ് ഈ ലോകത്തു നിന്ന് വിടവാങ്ങുകയാണ്. അപ്പോൾ ചെറിയ കുട്ടിയായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ട രണ്ടാമത്തെ ഒരാളുടെ വേർപാടിന് കൂടി സാക്ഷിയാവുകയാണ്. അത് 8ാമത്തെ വയസ്സിലാണ് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് ഈ ലോകത്തു നിന്ന് വിടവാങ്ങി. അബ്ദുൽ മുത്തലിബ് മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം അബൂ താലിബിനെ ഏൽപ്പിച്ചിരുന്നു. അബൂ താലിബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ വസിയത്ത് കൊടുത്തിരുന്നു. അബ്ദുൽ മുത്തലിബ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണം. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ മുത്തലിബിന് ഒന്നിലധികം ഭാര്യമാരുണ്ട്. അതിൽ അബൂ താലിബും അബ്ദുള്ളയും, ഇവർ രണ്ടുപേരും ഒരു ഉമ്മയുടെ മക്കളാണ്. അബൂ താലിബും അബ്ദുള്ളയും. അല്ലേ, എന്താണ് ഉമ്മയുടെ പേര്? ഫാത്തിമ ബിൻത്ത് അംർ. ഫാത്തിമ ബിൻത്ത് അംറാണ് അബ്ദുള്ളയുടെയും അബൂ താലിബിൻ്റെയും ഉമ്മ. അപ്പോൾ ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണ് അബ്ദുള്ളയും അബൂ താലിബും, അഖു ഷഖീഖാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് ഏറ്റെടുക്കുന്നത് അബൂ താലിബാണ്. അത് അബ്ദുൽ മുത്തലിബിൻ്റെ വസിയത്തായിരുന്നു. സ്വന്തം മക്കളെക്കാളും അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇനി ശേഷമുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അബൂ താലിബ് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് എന്നതിന്. ഈ അബൂ താലിബ് വലിയ
സമ്പന്നനൊന്നും ആയിരുന്നില്ല, ഒരുപാട് മുതലൊക്കെ ഉള്ള വലിയ സമ്പന്നനായ ഒരാളായിരുന്നില്ല അബൂ താലിബ്. വലിയ സമ്പന്നനായിരുന്നില്ല എന്ന് മാത്രമല്ല, കുറേ കുട്ടികൾ ആർക്കുണ്ടായിരുന്നു, അബൂ താലിബിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂ താലിബിനെ മാത്രം ആശ്രയിച്ചു കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞത്. അബൂ താലിബിനെ സഹായിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ തന്നെ ജോലി ചെയ്തു. ആടിനെ മേക്കാൻ ഇറങ്ങുന്നതൊക്കെ അങ്ങനെയാണ്. ഈ അബൂ താലിബിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഒരു യാത്രയുണ്ട് ഷാമിലേക്ക്. ആ യാത്രയെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുണ്ട്, ആടിനെ മേച്ചിട്ടുണ്ട്. നബി പറയുന്ന ഒരു ഹദീസ് ശ്രദ്ധിക്കുക, മാ ബഅസല്ലാഹു നബിയ്യൻ, അള്ളാഹു ഒരു നബിയെയും അയച്ചിട്ടില്ല, ഇല്ലാ റഅൽ ഗനമ, ആടിനെ മേയിച്ചിട്ടല്ലാതെ ഒരു നബിയെയും അള്ളാഹു അയച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ മുഴുവൻ നബിമാരും ചെയ്തൊരു പണിയാണ് എന്ത്, ആടിനെ മേയ്ക്കുക എന്നുള്ള പണി. എല്ലാ നബിമാരും ആടിനെ മേയിച്ചിട്ടുണ്ട്. അപ്പോൾ സഹാബിമാർ ചോദിക്കുന്നുണ്ട്, അൻത അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളും ആടിനെ മേയിച്ചിട്ടുണ്ടോ? ഇത് നബി ആയതിനു ശേഷം, കാലങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറയുന്നത്. അപ്പോൾ ഇവർ നബി ആടിനെ മേയ്ക്കുന്നൊന്നും കണ്ട ആൾക്കാരല്ല. അപ്പം നിങ്ങളും മേയിച്ചിട്ടുണ്ടോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുൻതു അർആഹ അലാ ഖറാതീത ലി അഹ്ലി മക്ക, അഹ്ലു മക്കക്കാർക്ക് വേണ്ടി, മക്കക്കാർക്ക് വേണ്ടിയിട്ട് കൂലിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആടിനെ മേയിച്ചിട്ടുണ്ട്. മക്കയുടെ താഴ്വരകളിൽ ഞാൻ ആടിനെ മേയിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് സഹീഹുൽ ബുഖാരിയിലെ 2262 ഹദീസാണ്. ഇപ്പം എന്തിനാണ് അള്ളാഹു ഇങ്ങനെ എല്ലാ നബിമാരെയും ആടിനെ മേയ്ക്കുന്നവരാക്കിയത്? അല്ലെങ്കിൽ ആടിനെ മേയ്ക്കുക എന്നുള്ളൊരു പരിശീലനം അള്ളാഹു ആ നബിമാർക്കൊക്കെ കൊടുത്തത്? അതിലൊരുപാട് ഗുണങ്ങളുണ്ട്. ആടിനെ മേയ്ക്കുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്ന ഒരുപാട് മെച്ചങ്ങളുണ്ട്. അലി അസ്സല്ലാബി ഹഫിളഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, ആടുമേക്കലിലൂടെ ഒരാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഒന്നെന്താണെന്ന് വെച്ചാൽ അസ്സബർ, ക്ഷമയാണ്. കാരണം രാവിലെയും വൈകുന്നേരവും ഇതന്നെയാണ് പറയുന്നത്. രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ പണി എന്താണ്? ഈ ആടുകൾക്ക് പിന്നാലെ നടക്കുക, അതിൻ്റെ വയറ് നിറഞ്ഞൊന്ന് നോക്കുക, അത് വെള്ളം കുടിച്ചോ നോക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് വേണം? അങ്ങേയറ്റത്തെ ക്ഷമ വേണം. ഒരു പ്രബോധനം ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റികളിലൊന്നാണ് ക്ഷമ എന്നുള്ളത്, സബർ എന്നുള്ളത്. അപ്പം അത് ഈ ആട് മേക്കലിലൂടെ ഒരാൾക്ക് കിട്ടുന്നുള്ളതാണ്. രണ്ടാമത്തത് അത്തവാദു, വിനയമുണ്ടാകും. ആടിനെ മേയ്ക്കുമ്പോൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ ആടിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഒരു ഭാഗത്ത് കിടന്നുറങ്ങുക. ആടിൻ്റെ മൂത്രവും ആടിൻ്റെ കാഷ്ടമൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ ശരീരത്തിൽ ആയിട്ടുണ്ടാകും, വസ്ത്രത്തിൽ ആയിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ആടുകളുടെ കൂടെ ഇങ്ങനെ കഴിയുമ്പോൾ ഒരാളുടെ കിബർ ഇല്ലാതെയാകും, അഹങ്കാരം ഉണ്ടാവില്ല, അയാൾ വിനയമുള്ള ആളായി മാറുന്നുള്ളതാണ്. അതാണ് വേറൊരു മെച്ചമായിട്ട് അദ്ദേഹം എണ്ണുന്നത്. മൂന്നാമത്തൊരു കാര്യം അശുജാ, നല്ല ധീരതയുണ്ടാകും. കാരണം ആടിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ വന്യജീവികളുള്ള സ്ഥലങ്ങളുണ്ടാകും, ചെന്നായ്ക്കളുള്ള ഏരിയ ഉണ്ടാകും. അവിടുന്ന് ഈ ആടുകളൊക്കെ സംരക്ഷിച്ച് ചെന്നായ്ക്ക് വരുമ്പോൾ അതിനെ നേരിടാനും ഒക്കെ പര്യാപ്തമാകണമല്ലോ. അപ്പോൾ ഒരു ധീരത എന്നുള്ളൊരു ക്വാളിറ്റി കൂടി എന്ത് ചെയ്യും, ആട് മേയ്ക്കുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്നുള്ളതാണ്. നാലാമത്തൊരു മെച്ചം അർറഹ്മത്തു വൽ അത്ഫ്, കാരുണ്യവും ആർദ്രതയും ഉണ്ടാകും. കാരണം ഈ ആടിന് എന്തെങ്കിലും പറ്റി, അതിൻ്റെ ഒരു കാലൊടിഞ്ഞു, അല്ലെങ്കിൽ അത് രോഗിയായി, അപ്പോൾ അതിനെ പരിചരിക്കുന്നിടത്തൊക്കെ എന്ത് വേണം? ഒരു കാരുണ്യവും ആർദ്രതയും വേണം. ഇപ്പോൾ ആടിനൊക്കെ വളർത്തുന്ന പെണ്ണുങ്ങളൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ, അതിനെ കൊഞ്ചിക്കുന്നതും അതിനെ ഓമനിക്കുന്നതും തലോടുന്നതൊക്കെ. അപ്പോൾ അവർക്ക് ആ ആടിനോട് വല്ലാത്തൊരു ഇഷ്ടവും അതിനോടൊരു വാത്സല്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്തായാലും മനുഷ്യന്മാരോട് എന്ത് ചെയ്യും? കാരുണ്യം കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രബോധനം ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ്. ജനങ്ങളോട് കാരുണ്യം കാണിക്കുന്ന, അവരോട് സ്നേഹമുള്ള ആളായിരിക്കണം അല്ലേ. പരുഷ സ്വഭാവിയാണെങ്കിൽ ആളുകൾ അടുക്കൂല അല്ലേ. ആളുകളെ ആകർഷിക്കണമെങ്കിൽ നല്ല സ്വഭാവത്തിന് ഉടമയാകണം. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. നിങ്ങളൊരു പരുഷ സ്വഭാവിയാണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ ആളുകൾ ഒരുമിച്ച് കൂടില്ല. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതാണ് വേറൊരു മെച്ചം. ഒരു കാരുണ്യവും ആർദ്രതയും ഒക്കെ അതിലൂടെ കിട്ടുന്നുള്ളതാണ്.
ഇനി അഞ്ചാമത്തൊരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആടിനെ മേയ്ക്കുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്ന മറ്റൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ അധ്വാനിച്ചുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. പണിയെടുത്തുകൊണ്ട് ജീവിക്കുക എന്ന് പറയില്ലേ, ആ ഒരു സംഗതി എന്തിലൂടെ നടക്കും? ഇതിലൂടെ നടക്കും എന്നുള്ളതാണ്. അപ്പം അത് അള്ളാഹു പ്രോത്സാഹിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. പങ്കെടുക്കണ്ടോ? ഒരാള് അയാളുടെ കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാളും വിശിഷ്ടമായ ഹൈറായ ഉത്തമമായ ഭക്ഷണം വേറെ കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വയം അധ്വാനിച്ചുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ ശരിക്കും ആടിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരാൾ അധ്വാനിക്കുകയാണ്, പണിയെടുത്ത് ജീവിക്കുക എന്നുള്ള ആ വലിയൊരു ക്വാളിറ്റി അത് നബിമാരെ പരിശീലിപ്പിക്കുകയാണ്. അത് അവരുടെ ഉമ്മത്തിന് കൂടിയുള്ള ഒരു പ്രോത്സാഹനമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ സ്വയം അധ്വാനിച്ചുകൊണ്ട് സമ്പാദിച്ച് കഴിക്കുന്ന ഭക്ഷണത്തെക്കാളും നല്ലൊരു ഭക്ഷണം, ഉത്തമമായ ഹൈറായ ഭക്ഷണം വേറെ ഇല്ല എന്നാണ്. വ ഇന്ന നബിയല്ലാഹി ദാവൂദ് കാന യഅകുലു മിൻ അമലി യദിഹി. അള്ളാഹുവിൻ്റെ നബിയായ ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം കൈകൊണ്ട് പണിയെടുത്ത് അധ്വാനിച്ചിട്ടാണ് കഴിച്ചിരുന്നത് എന്നാണ് ഈ ഹദീസിലുള്ളത്. ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന 2072 ഹദീസാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പ്രത്യേകം പറയാനുള്ള കാരണം? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അങ്ങനെ അധ്വാനിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികാരമുള്ള ആളാണ്, രാജാവാണ്, പറഞ്ഞാൽ ഇവിടെ സാധനം എത്തും. പക്ഷെ എന്നിട്ടും അദ്ദേഹം പണിയെടുത്ത് ജീവിച്ചു എന്നുള്ളതാണ് പ്രത്യേകം പറഞ്ഞത്. അപ്പം അതൊരു ക്വാളിറ്റിയാണ്. മാത്രമല്ല, ഒരു പ്രബോധകൻ എപ്പോഴും വേറൊരാളെ അവലംബിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത്. അയാൾ സ്വന്തം കാലിൽ നിൽക്കുന്നവനാകണം. വേറൊരാളെ ആശ്രയിച്ച് അവരുടെ പിന്നാലെ കൂടി അവർ പറയുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാളാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രബോധകന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നുള്ളത്. ആ ക്വാളിറ്റി കൂടി ഇതിലൂടെ കിട്ടും. കാരണം ജനങ്ങളുടെ അടുത്ത് നിന്ന് പൈസ കിട്ടിയിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രബോധകൻ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് എല്ലാ നബിമാരും അവരുടെ ജനതയോട് പറഞ്ഞത്, യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി മാല. ഞങ്ങളോട് എന്ത് ചെയ്യുന്നില്ല, പൈസ ചോദിക്കുന്നില്ല, നിങ്ങളോട് അങ്ങോട്ട് പൈസ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളെ പൈസ കിട്ടിയിട്ടല്ല ഞങ്ങൾക്കുള്ളത് ആര് തരും? അള്ളാഹു തരുമെന്നതാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി കൂടി ഇതിലൂടെ കിട്ടുമെന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആടിനെ മേയ്ക്കുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്ന മെച്ചങ്ങൾ. ഈ ഒരു മെച്ചങ്ങൾ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്, എല്ലാ നബിമാരെയും ആദ്യം ആടിനെ മേയ്ക്കാനുള്ള ഒരു പരിശീലനം കൊടുത്തത്. അതിലൂടെ ഒരു പ്രബോധനം ഉണ്ടാകുന്ന ഗുണങ്ങൾ കൂടി അവർക്ക് കിട്ടുമെന്നാണ്. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എത്രാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ശഖ്ഖു സദ്ർ ഉണ്ടായത്? 4-ാമത്തെ വയസ്സിലാണ്. അല്ലെ? അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അഭിപ്രായ വ്യത്യാസം ഉണ്ട് അല്ലെ? 2 എന്നുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്നാൽ ശരിയായ അഭിപ്രായം 4-ാമത്തെ വയസ്സ് എന്നതാണ്. എത്ര തവണ ശഖ്ഖു സദ്ർ നടന്നിട്ടുണ്ട്? 4 എന്നുള്ള അഭിപ്രായം ഉണ്ട്. ശരിയായ അഭിപ്രായം എന്താണ്? 2 എന്നുള്ള അഭിപ്രായമാണ്. ഏതൊക്കെ? ഒന്ന്, 4-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ സഅദ്കാരുടെ കൂടെ കഴിയുമ്പോൾ ഹലീമബിൻ്റെ അടുക്കൽ വെച്ചിട്ടാണ് ഒന്നാമത്തേത് നടക്കുന്നത്. 2-ാമത്തേത് ഇസ്രാ മിഅ്റാജ് യാത്രക്ക് മുമ്പാണ് നടക്കുന്നത്. ഓക്കെ. എന്താണ് ഖാതമുൻ നുബുവ? നുബുവത്തിൻ്റെ സീല് അല്ലെങ്കിൽ പ്രവാചകത്വത്തിൻ്റെ മുദ്ര എന്ന് പറഞ്ഞാൽ നബിൻ്റെ ഇടത് തോളിൻ്റെ പിറകു ഭാഗത്ത് ഒരു എക്സ്ട്രാ മാംസ കഷ്ണം ഇല്ല, തൊട്ടാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എന്താണ് അതിൻ്റെ ഷേപ്പ്? എന്താണ്? പ്രാവിൻ്റെ മുട്ടയുടെ ആകൃതിയാണ്, ആ വലുപ്പമാണ് അതിനുള്ളത്. അതിൻ്റെ മുകളിൽ എന്തുണ്ട്? രോമമുണ്ട്. രോമം ഉള്ള ഒരു മാംസ കഷ്ണമാണ് അത്.
അത് നബി ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നോ? ഇല്ല. എപ്പോഴാണ് അത് ഉണ്ടാകുന്നത്? ആദ്യത്തെ ഷക്കു സദർ നടന്നതിന് ശേഷമാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്? മരണപ്പെട്ട സ്ഥലം അബുവാ, അല്ലെ? മക്കക്കും മദീനക്കും ഇടയിലുള്ള സ്ഥലമാണ് അബുവാ. പിന്നീട് കാലങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ ഖബർ സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ അനുവാദം കിട്ടിയിട്ടില്ല. കാരണം തൗഹീദില്ല എന്നതായിരുന്നു പ്രശ്നം. ഉമ്മാക്ക് ശേഷം നബിൻ്റെ സംരക്ഷണം ആരാണ് ഏറ്റെടുക്കുന്നത്? അബൂ ത്വാലിബാണോ? അബ്ദുൽ മുത്തലിബാണ്, അല്ലെ? അബ്ദുൽ മുത്തലിബാണ് ഏറ്റെടുക്കുന്നത്. നബിയെ അങ്ങേയറ്റം സ്നേഹിച്ചു. സ്വന്തം മക്കളെ പരിഗണിക്കുന്നതിനേക്കാൾ നബിയെ പരിഗണിച്ചു. സ്വന്തം മക്കൾക്ക് ഇരിക്കാൻ മടിയുള്ള വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദുൽ മുത്തലിബ് ഇരുത്തുന്നു. അതൊക്കെ അബ്ദുൽ മുത്തലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെയാണ് അറിയിക്കുന്നത്. എന്താണ് അഖു ഷഖീഖ് എന്ന് പറഞ്ഞാൽ? ഉമ്മ ഉപ്പ, അല്ലെ? രണ്ടാളും ഒത്ത സഹോദരനാണ് അഖു ഷഖീഖ്, അല്ലെങ്കിൽ അഖു മിനൽ അബ് എന്നാ പറയുക. ഉപ്പയൊത്ത സഹോദരനാണെങ്കിൽ അഖു മിനൽ അബ്. ഇപ്പോൾ ഒരാൾ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അയാൾക്ക് ഒരു ഭാര്യയിൽ നിന്ന് ഒരു മകനുണ്ടായി, വേറെ ഭാര്യയിൽ നിന്ന് വേറൊരു മകനുണ്ടായി. ഇവർ രണ്ടുപേരും സഹോദരന്മാരാണോ? ആണ്. അഹാൻ എന്ന ഷക്കീഖാണോ? അല്ല. അഹു ഷക്കീഖ് അല്ല, അഹു മിനൽ അബാണ്. അതുപോലെ തന്നെ അഹു മിനൽ ഉമ്മ ഉണ്ടാകും. രണ്ടാളുടെയും ഉമ്മ ഒന്നായിരിക്കും, ബാപ്പമാർ വേറെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതൊക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്യുക ഈ അനന്തരാവകാശത്തിലാണ് ഇത് കാര്യമായിട്ട് വരിക. ഓക്കെ. എല്ലാ നബിമാരും ആടിനെ മേച്ചവരാണ് നമ്മൾ പറഞ്ഞു, അല്ലെ? ആടിനെ മേയ്ക്കുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്ന ഒരു 3 മെച്ചങ്ങൾ പറയാൻ പറ്റുമോ? ഒന്ന് സബർ കിട്ടും. ഓക്കെ, അഹ്സൻത്. വിനയം കിട്ടും. അഹ്സൻത്. ആർദ്രത, റഹ്മത്ത് ഉണ്ടാകും, കാരുണ്യം ഉണ്ടാകും, അതുപോലെ തന്നെ ധൈര്യം ഉണ്ടാകും, അല്ലേ? പിന്നെ അധ്വാനിച്ച് കഴിക്കാനുള്ള ഒരു ശീലം വളർത്തിയെടുക്കാനൊക്കെ അത് ഉപകരിക്കുന്നുള്ളതാണ്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. തൽക്കാലം നമുക്കിവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് സുന്നത്തായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വന്നതായിട്ട് അറിയില്ല. അല്ലാഹു അലം. എല്ലാ നബിമാരും അത് ചെയ്തിട്ടുണ്ട്. ആടെന്നുള്ളൊരു ബറക്കത്തുള്ള മൃഗമാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ആടിനെ വളർത്തുന്നതിൽ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇല്ല, ഹലീമാബീൻ്റെ ഇസ്ലാം സ്വീകരണം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഹലീമാബീനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലായിരുന്നോ? ഇല്ല എന്നുള്ളതാണ് ഇബ്നു ഹജർ റഹിമുള്ളയാണ് പറഞ്ഞതെന്നാണ് ഓർമ്മ. ഹലീമാബിയും അതുപോലെ തന്നെ സുവൈബയും ഒന്നും ഇസ്ലാം സ്വീകരിച്ചതായിട്ട് വന്നിട്ടില്ല. അല്ലാഹു അലം. തൽക്കാലം നമുക്കിവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.